ചിലതരം ട്രമറുകളുണ്ട്, നമുക്ക് എന്തായാലും മാറാത്ത, ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല, ഗ്ലാസ് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരയിൽ വരുന്നു, അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റും. പിന്നെ ചിലതരം പേടികൾക്ക് പറ്റും. പിന്നെ ഈ ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ട് ചില ആൾക്കാർ സ്വഭാവം മോശമായതുണ്ടാവും. പിന്നെ ചിലതരം നടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചില ആൾക്കാരുടെ പാദം ഇങ്ങനെ പൊന്തിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് സാധാരണ നോർമൽ പ്രഷറായിട്ടൊക്കെ പലസെന്ന് പറയും. തലച്ചോറിനുള്ളിൽ നീര് കൂടിയിട്ട് അങ്ങനെ വരും. ആ ആൾക്കാർക്കുള്ള ചികിത്സ സർജറിയോ അല്ലെങ്കിൽ നീരെടുക്കുക തന്നെയാണുള്ളത്. പക്ഷേ നീരൊന്നും ഇല്ലാതെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ DBS നല്ലതാണ്. അതായത് നീരൊന്നുമില്ല, നോർമൽ പ്രഷറായിട്ടൊക്കെ പലസിൻ്റെ പോലുള്ള സിംറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലോ സ്കാനൊന്നും എടുക്കുമ്പം ഇങ്ങനെ നീര് കെട്ടിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് വെച്ചാൽ കുറേ നല്ല മെച്ചം കിട്ടും. ഡിമെൻഷ്യ, അതായത് നമ്മൾ ഓർമ്മക്കുറവ്, അതിപ്പോൾ ഒരുപാട് കൂടുതലാണ്. അതിപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ദീർഘായുസ്സിനുള്ള ഒരു ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പല ടെക്നോളജിയും വെച്ചിട്ട് നമ്മൾ ജീവിതം ഇങ്ങനെ കൂട്ടി കൊണ്ടുപോവുക. അപ്പോൾ ഒരു 90 വയസ്സ് കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർക്ക് ഓർമ്മക്കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ആക്റ്റീവ് ലൈഫിൻ്റെ ഇതുകൾ കുറഞ്ഞു വരാം. കുറേ ആൾക്കാർക്ക് പറ്റിയിരിക്കും, അല്ലാത്ത ആൾക്കാർക്ക് അത് കുറഞ്ഞു വരാം. നമ്മളെ കോശങ്ങളെ ശക്തി കുറഞ്ഞു വരില്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മരുന്നുകൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളവർക്ക് ഡോണപ്പസിൽ മെമാൻറ്റിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളാണ് അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. അതൊക്കെ കൊടുത്തിട്ടും അവർ മോശമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ RTMS വളരെ യൂസ്ഫുൾ ആവും.